നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 10 വർഷം 10 വർഷം അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ഒറ്റക്കാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. 2002 റൊണാൾഡോ കപ്പെടുത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് റൊണാൾഡോ ഒറ്റക്കല്ല. അന്ന് ടീമിൽ കഫുവും റോബർട്ടോ കാർലോസും റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതല്ല അവസ്ഥ. അവരുടെ അതേ ലെവലിലേക്ക് ബ്രസീൽ ടീമിനെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഇവൻ ഒറ്റ ഒരുത്തനാണ്. ഇവൻ റൊണാൾഡീഞ്ഞോയുടെ അതേ മികവുള്ളയാളാണ്. പറയുന്നത് ആൻഡേഴ്സനാണ്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ നെയ്മർ ജൂനിയറെ കുറിച്ചാണ്. നെയ്മറെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം എന്നാണ് ആൻഡേഴ്സൺ പറയുന്നത്. മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൊക്കെ കളിച്ച ആൻഡേഴ്സനെ ഓർമ്മയില്ലേ? ബ്രസീലുകാരനായിട്ടുള്ള ആൻഡേഴ്സൺ. പക്ഷേ ബ്രസീലിയൻ ദേശീയ ടീമിലെന്നല്ല, തൻ്റെ കരിയറിൽ തന്നെ തുടക്കത്തിലെ ഹൈപ്പിലേക്ക് അതിനൊത്തവണ്ണം പിന്നെ വളരാൻ ആൻഡേഴ്സന് കഴിഞ്ഞില്ല. ക്രിസ്ത്യാനോയുടെ കൂടെയായിരുന്നു ആൻഡേഴ്സണും നാനിയും താമസിച്ചിരുന്നത്. പിന്നെ ആൻഡേഴ്സൺ അത് പറയുന്നുണ്ട്, CR7 ആ രീതി പിന്തുടർന്നിരുന്നെങ്കിൽ എൻ്റെ കരിയർ എവിടെയോ എത്തിയേനെ. തീർച്ചയായിട്ടും അത്രയും ടാലൻറ്റഡ് ആയിരുന്നു ആൻഡേഴ്സൺ. ആ ടാലൻറ്റ് നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ അദ്ദേഹം പക്ഷേ നെയ്മർ ജൂനിയറെ കുറിച്ച് പറയുന്നു. നെയ്മർ വേറെ ലെവൽ താരമാണ്, വേൾഡ് കപ്പിന് നെയ്മറെ കൊണ്ടുപോയേ പറ്റൂ എന്നാണ് ആൻഡേഴ്സൺ റിയോ ഫെർഡിനാൻഡിനുമായിട്ടുള്ള സംസാരത്തിൽ പറയുന്നത്. എന്തായാലും ആൻഡേഴ്സൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് ആളുകൾ നെയ്മർ ജൂനിയറെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, അവൻ ഒറ്റക്കായിരുന്നില്ലേ ദേശീയ ടീമിൽ ഫോർ 10 ഇയേഴ്സ്? അവനല്ലേ ടീമിൻ്റെ ടോപ്പ് സ്കോറർ. അവൻ വേൾഡ് കപ്പ് ജയിച്ചില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ അവനെ വേൾഡ് കപ്പിന് കൊണ്ടുപോയാൽ ബ്രസീലിന് ഇത്തവണ വേൾഡ് കപ്പ് ജയിക്കാൻ വലിയ ചാൻസ് ഉണ്ട്. 2002 റൊണാൾഡോക്ക് ഇതേ നീ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നിട്ടോ ഒരു മാസക്കാലത്തേക്ക് വേൾഡ് കപ്പ് ടീമിൽ മിന്നും പ്രകടനമല്ലേ റൊണാൾഡോ കാഴ്ചവെച്ചത്. കപ്പ് റൊണാൾഡോ കൊണ്ടുപോവുകയും ചെയ്തില്ലേ, ബ്രസീൽ കൊണ്ടുപോവുകയും ചെയ്തില്ലേ? ഓഫ് കോഴ്സ് റൊണാൾഡോ മാത്രമല്ല, റോബർട്ടോ കാർലോസും കഫുവും റിവാൾഡോയും റൊണാൾഡീഞ്ഞോയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നെയ്മർക്കോ? നെയ്മർ ഓൺലി ഹാസ് നെയ്മർ. നെയ്മർക്ക് നെയ്മർ മാത്രമേ ഉള്ളൂ. നെയ്മർ മാത്രമാണ് ടീമിലുണ്ടായിരുന്നത്. ഇറ്റ്സ് ഓൾവേസ് ഓൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. ബ്രസീൽ ടീമിൻ്റെ ഭാരം മുഴുവനും അവൻ്റെ ചുമലുകളിലായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തേക്ക് എടുത്തു നോക്കിയ ബ്രസീലിൻ്റെ ഏറ്റവും മികച്ച താരം നെയ്മറായിരുന്നു. നെയ്മർ തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് ലെവലിലുള്ള പ്ലെയറാണ്. ആരാണിപ്പോൾ നെയ്മർ കളി നിർത്തിയാൽ പകരം ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത്? വിനിയാണോ? ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ. നെയ്മർ ഡിഫറെൻറ്റ് ലെവലാണ്. ഹീസ് ഫ്രം അനദർ പ്ലാനറ്റ്. അങ്ങനെയാണ് ഞാൻ പറയുക. നെയ്മർ റൊണാൾഡീഞ്ഞോയുടെ സെയിം ക്വാളിറ്റിയുള്ള കളിക്കാരനാണ് എന്നുകൂടി ആൻഡേഴ്സൺ പറയുന്നത്. ആൻഡേഴ്സനെ സംബന്ധിച്ചിടത്തോളം എവിടെയോ എത്തേണ്ടൊരു താരം. 38 വയസ്സാണ് ഇപ്പോൾ ആൻഡേഴ്സനുള്ളൂ. അതുകൂടി നോക്കണം. എവിടെയോ എത്തിപ്പെടുമായിരുന്ന ഒരു താരം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ 2007 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ കളിച്ചു. അത്ര വലിയ ഉയരത്തിലേക്ക് പോകാൻ പറ്റിയില്ല. ബ്രസീലിൻ്റെ ദേശീയ ടീമിനായിട്ട് ആകെ 8 കളികളിലെ അവസരം ലഭിച്ചുള്ളൂ. ആ ആൻഡേഴ്സൺ ഇതാ പറയുന്നു, നെയ്മർ ഇല്ലെങ്കിൽ പിന്നെ ആര്? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.